ഹായ് ഫ്രണ്ട്സ്, മാർച്ച് 6-ാം തീയതി വ്യാഴാഴ്ച 10:10 ഒരു ബിയറിഷ് ഡേയുടെ സിഗ്നലാണ് കാണുന്നത് ബിഗിനിങ്ങിൽ. എന്നാൽ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ പ്രീവിയസ് ഡേയിൽ നല്ല ബുള്ളിഷ് റാലി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഇവിടുന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, ലൈക്ക് നമ്മൾ ട്രേഡിംഗ് ടൈം ഫ്രെയിമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സെൻറ്റിമെൻറ്റ് വെച്ചിട്ട് കൂടുതൽ പ്രയോറിറ്റി സെല്ലിനാണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഭാഗത്ത് വരെയോ ഇവിടെ വരെയൊക്കെ വന്നാലും അത്ഭുതപ്പെടാനില്ല. ഒരു റേഞ്ചിൽ, വലിയൊരു റേഞ്ചിൽ ഇന്നത്തെ ദിവസം നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടുന്നൊക്കെ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തും. നമ്മളിവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തുനിന്ന് പ്രൈസ് റിജക്റ്റ് ആയതുകൊണ്ടാണ് ശരിക്കും രണ്ട് സൈഡിലേക്കുള്ള വ്യൂ ഉണ്ടാവുന്നത്. രണ്ട് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു നമ്മുടെ വ്യൂ. അപ്പോൾ ഇവിടെ കാണുന്നത് അതിനാണ് 300-ന് ഡെൽറ്റ എത്തിയതിന് ശേഷം ഇപ്പോൾ 111 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അത് നല്ല ബുള്ളിഷാണെങ്കിൽ തിരിച്ച് കയറാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ ഡേൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അത് അവിടെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബട്ട് നമ്മളെന്തായാലും ഈ ഒരു റിജക്ഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് പിന്നീട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ളതാണ് ഒരു ട്രേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ലെവലിൻ്റെ മുകളിൽ നിന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള നമ്മളെ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആകുമ്പോൾ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വരലാണ് സംഭവിക്കാറുള്ളത്. ബാക്കി പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ കിട്ടിയാൽ പിന്നെ ആ ലെവൽ ഡയറക്ഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നോർമലി ഒരു റീറ്റെയിലേഴ്സിൻ്റെ തോട്ട് ഇപ്പം ജനറലി വരിക ഈ ലെവലിൻ്റെ മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നു, അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത ലെവൽ വരെ ബൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ഒരു മെജോറിറ്റി ആളുകളും ചിന്തിക്കുക. അപ്പോൾ ആ തോട്ടിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു തോട്ടും കൂടിയാണത്. ഒരു റിവേഴ്സ് തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ സൈക്കോളജി സീരീസ് 2ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമൊക്കെ ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് തോട്ട് പ്രോസസ്സിലേക്ക്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ സൈക്കോളജി സീരീസിൻ്റെ 2nd എപ്പിസോഡ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് 1:2 മുകളിലെത്തി. 2000 ഒക്കെ എത്തിയിരുന്നു. 750 നമ്മുടെ റിസ്ക്. അപ്പോൾ ഇനി നമ്മൾ ട്രയൽ ചെയ്യണം, കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്യണം. ഇത്ര പെട്ടെന്ന് മാർക്കറ്റ് താഴേക്ക് വന്നതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് അതേപോലെ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തത്. ഈ ട്രേഡിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ പാടില്ല. 1:2 മുകളിൽ വരെ റിവാർഡ് എത്തിയതാണ്. നമുക്കത് പെട്ടെന്ന് ബുക്ക് ചെയ്യാനുള്ളത് അത്രയും ഫാസ്റ്റാണ്. ഒരു 1 മിനിറ്റ് ക്യാൻഡിലല്ലേ. 1:3 അടുത്ത് എത്തിയതാണ്. നമ്മൾ ആക്ച്വലി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. നമ്മളെന്തായാലും കോസ്റ്റിലേക്ക് ട്രയൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ 1:3 അടുത്തുനിന്ന് സ്ക്വയർ ഓഫ് ചെയ്തു. റീസൺ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, പറാബോളിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത കുറവാണ്. നമുക്ക് ആൾറെഡി രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് വ്യൂ ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊരു സപ്പോർട്ടൊന്നും മാർക്കറ്റ് റിവേഴ്സ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ 1:3 അടുത്ത് എത്തി നിൽക്കുന്ന സമയത്ത് 1:3 എത്തി നിൽക്കുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും വളരെ ക്വിക്കായിട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് 1:3 ആകുമ്പോൾ 2250 കിട്ടിയാലാണ് 1:3 ആവുക. 1:3 അടുത്തായിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്നിനി വേറെ ട്രേഡ് ഇല്ല. 1:3 അടുത്ത് ബുക്ക് ചെയ്തിട്ട് കൊണ്ട് വേണമെങ്കിൽ രണ്ടാമത്തെ ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ റേഞ്ച് മാർക്കറ്റാണല്ലോ, ഒരു ട്രെൻഡിങ് മാർക്കറ്റൊന്നുമല്ല. ഇനിയിപ്പോൾ റേഞ്ച് ആണെങ്കിലും ടോപ്പിൽ നിന്ന് സെല്ലൊക്കെ എടുക്കാം. പക്ഷേ ഞാൻ 1 ട്രേഡ് എന്നുള്ളൊരു ഡിസിഷനിലാണ് ഒറ്റ ട്രേഡ് എടുത്ത് അവസാനിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ആണ് ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അവിടെ നമ്മളിപ്പോൾ അവിടെയാണ് നമ്മൾ ഡെൽറ്റയൊക്കെ നോക്കുമ്പോഴും ഡെൽറ്റ മാത്രം നോക്കിയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. എല്ലാം മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെയാണ് വരുന്നത്. നമ്മളെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാൻ. നമ്മുടെ ഡയറക്ഷണൽ വ്യൂ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതായത് ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് 300 സംതിങ് ഡെൽറ്റ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും -300 ചില്ല ഡെൽറ്റ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും മാർക്കറ്റ് ഏകദേശം 100 സംതിങ് ഡെൽറ്റയിലേക്ക്, അതായത് നന്നായിട്ട് ഷൂട്ടപ്പ് ചെയ്ത് മുകളിലെത്തിയ സമയത്ത് 124 ഡെൽറ്റ മാത്രമായിട്ട്, -124 ഡെൽറ്റ മാത്രമായിട്ട് മാറി. അപ്പം നമ്മൾ പല ദിവസങ്ങളും പറയാറുണ്ട് റീട്രേസ്മെൻറ്റ് വീക്കാണ്. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് റീട്രേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ 300-ൽ നിന്നും 124 എന്ന് പറയുമ്പോൾ പകുതിയിൽ കൂടുതൽ ബയ്യേഴ്സ് അതിന് ശേഷം വന്നു.
അപ്പോൾ ശരിക്കും നമ്മൾ ബൈ സൈഡിലല്ലേ നിൽക്കേണ്ടത്. സാധാരണ ദിവസങ്ങൾ നമ്മൾ പറയുന്ന ലോജിക്ക് വെച്ചിട്ട് സാധാരണ ഞാൻ പറയാറുണ്ട് ഇവിടെ 250 വന്നിട്ടുണ്ട്, അതിനുശേഷം റീട്രേസ് ചെയ്തപ്പോഴും 250 തന്നെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 48 54 ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അപ്പോൾ വീക്കാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെയിം ഡയറക്ഷനിൽ നിൽക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്ന് സംഭവിച്ചത് എന്താണ്, ഇത്രയും വലിയ റീട്രേസ്മെൻറ്റ് ഉണ്ടായി, വളരെ സ്ട്രോങ് ആണ് ബയേഴ്സ്, എന്നിട്ടും മാർക്കറ്റിൽ ആദ്യം തന്നെ അതേ ഡയറക്ഷനിൽ നിന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ അപ്പോൾ ഡെൽറ്റയിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടും, കാരണം ആൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വ്യൂ രണ്ട് സൈഡിലും നിൽക്കും. ബോട്ടത്തുനിന്ന് താഴെ എത്ര വലിയ റാലി വന്നാലും ഇവിടുന്ന് ഒരു ബയേഴ്സ് ഞാൻ ഡേ ക്യാൻഡിൽ കാണിച്ചു തുടക്കത്തിൽ അല്ലേ, ഡേ ക്യാൻഡിൽ വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ അതിന് ഈ ഒരു റാലിയുടെ മൊത്തം മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിൻ്റെ ബെയറിഷ് മൂഡ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാനുള്ള ഒരു വ്യൂ വന്നത്. അപ്പോൾ അവിടെ നമ്മൾ എൻട്രി ട്രിഗറായിട്ട് ഇത്തരം സിഗ്നലുകൾ ഉപയോഗിച്ചു, അവിടെ നമ്മൾ പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ചു. ഇപ്പോൾ കൈൻഡ് ഓഫ് ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലൈറ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്ത ഈ ലെവലിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. ഈ ലെവൽ ഇവിടുന്ന് റിജക്റ്റ് ചെയ്തൊരു ഏരിയയാണ്, ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് പ്രൈസ് റിജക്റ്റ് ചെയ്ത ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പിന്നെ പ്രൈസ് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ബട്ട് നമ്മളിത് പ്രിഫർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ഉണ്ടായത്. പിന്നെ ഇവിടുന്ന് നോക്കൂ, ലെവൽ ടു ലെവൽ, നമ്മുടെ ഈ ലെവലിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് കൃത്യമായിട്ട് ആണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. നമ്മൾ ഇത് വളരെ ഫാസ്റ്റായ മൂവ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ 1:3 ബുക്ക് ചെയ്യാൻ നോക്കിയത്. അതല്ലെങ്കിൽ ഇത് ഫുള്ള് ഹോൾഡ് ചെയ്താലും 1:4.5 എന്തായാലും കിട്ടുമായിരുന്ന ഒരു സാധ്യതയുള്ള ട്രേഡാണ്. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രൈസ് റീട്രേസ് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെക്സിബിൾ ടാർഗറ്റ് മിനിമം 1:2 എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ് നമ്മൾ വെച്ചിരുന്നത്. ഇവിടെ വരെ വെക്കുക എന്നുള്ളൊരു ഫിക്സഡ് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് മിനിമം 1:2 ബുക്ക് ചെയ്യുക. ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ തന്നിട്ടുള്ള താഴേക്കുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ വരെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തനെയുള്ള മൂവ്മെൻറ്റ് പലപ്പോഴും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരാറുള്ളത്. അതായത് ആക്ച്വലി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ 1-2 ക്യാൻഡിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് റിവേഴ്സ് ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാധ്യത ആണ് ഞാൻ ആ സമയത്ത് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് 1:3 എത്തി. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അതാണെന്ന് സംഭവിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്കോളജി സീരീസിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എലമെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക റിവേഴ്സ് തിങ്കിങ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അത് എല്ലാ സമയത്തും റിവേഴ്സ് തിങ്കിങ് പോസിബിൾ ആണോ അല്ല. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ഷനും മെയിനായിട്ട് നമ്മുടെ ഡയറക്ഷൻ വ്യൂവിനോട് ക്ലബ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് കൺഫർമേഷൻ കിട്ടുന്ന പ്രൈസ് ആക്ഷൻ വരുന്നു. അവിടെ നമ്മുടെ ലെവലുകൾ നമ്മൾ എടുക്കുന്നു. അവിടെ ഡെൽറ്റ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നു. ഡെൽറ്റ മീൻസ് വോളിയം. ഡെൽറ്റ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് വോളിയം ഉപയോഗിക്കാം. വോളിയം ഉപയോഗിച്ചിട്ട് ഇത്തരം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞതിൽ പിറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു സ്ട്രാറ്റജി അല്ല ഉള്ളത്. ഇവിടെ ലോജിക്കൽ എൻട്രീസ് ആണ്. ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് അല്ലേ. ആ ലോജിക്കിലാണ് ട്രേഡ് എടുക്കുന്നത്. അത് ഓരോ ട്രേഡിനെയും ഒരു പ്രോബബിലിറ്റി ആയിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മുടെ റിസ്കിൽ മാത്രം ട്രേഡ് എടുക്കുകയും ലോസ് നോർമലി ഒരു ട്രേഡ് ലോസ് ആണെങ്കിൽ പിന്നീട് രണ്ടാമത്തെ ട്രേഡിലേക്ക് നമ്മൾ പോകുന്നില്ല. ഒരു ലോസ് ബുക്ക് ചെയ്താൽ കുറേ തവണ വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവാം, ഒരു ലോസ് ബുക്ക് ചെയ്താൽ പിന്നെ രണ്ടാമത്തെ ട്രേഡിലേക്ക് മിക്കവാറും സമയം നമ്മൾ പോകാറില്ല. അപ്പോൾ അങ്ങനെ എപ്പോൾ പോകണ്ടെന്നുള്ളത് തീരുമാനിക്കാനൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ഡയറക്ഷൻ തെറ്റിയെന്ന് ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കുന്നതിലൂടെ ബോധ്യമാവുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ട്രേഡിലേക്ക് പോവില്ല. എന്നാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തപ്പോഴും മാർക്കറ്റ് എൻ്റെ അടുത്ത് പറയുന്നത് സ്റ്റിൽ എൻ്റെ വ്യൂ കറക്റ്റാണ്, പക്ഷേ ഇതൊരു സ്റ്റോപ്പ് ലോസ് സെൻഡിങ് ആണ് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്ന സാഹചര്യമാണെങ്കിൽ നമ്മൾ റീ എൻട്രി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതിൽ എല്ലാത്തിനും നമുക്ക് പ്ലാൻ ABC ഉണ്ടാവണം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. എല്ലാത്തിൻ്റെയും മുകളിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ റിസ്കിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളതാണ്. തുടർച്ചയായിട്ട് നിങ്ങൾ ഒരു 10 ലോസ് ബുക്ക് ചെയ്താൽ പോലും ആ 10 ലോസിൽ നിന്ന് നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ എത്ര വരെ കൊടുക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നുള്ളതിനനുസരിച്ച് വേണം ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് പ്ലാൻ ചെയ്യാൻ. അതിലൊരു കോംപ്രമൈസും പാടില്ല. ആ കണക്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ എത്ര വരെ ലോസുകൾ സംഭവിക്കാൻ തുടർച്ചയായിട്ട്, എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾ റിസ്ക് എത്ര പ്ലാൻ ചെയ്യണം നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച്, ഇതെല്ലാം ശരിക്കും സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിൽ ഉറച്ചു നിൽക്കാനുള്ള സൈക്കോളജിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ ഈ 2 പാർട്ടും ക്ലബ് ചെയ്യുന്നതാണ് നമ്മുടെ 1-on-1 സൈക്കോളജി മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഇവിടുന്ന് ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് താഴെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോപ്പർ ട്രേഡിങ്ങിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഈ ട്രേഡിങ്ങിൽ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ ചിലവാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അതിൽ
നിങ്ങളുടെ ബിസിനസ് സെറ്റ് ചെയ്ത് തരാണ്. ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അയാളുടെ ബിസിനസ് കൃത്യമായിട്ട് റൺ ചെയ്യാൻ എങ്ങനെ സെറ്റ് ചെയ്യണം ആ രീതിയിൽ നിങ്ങളെ ബിസിനസ് സെറ്റ് ചെയ്ത് തരാണ്. അതിന് വേണ്ട സൈക്കോളജിക്കൽ സ്കില്ല് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് തരാണ്. അപ്പോൾ ആ പെർസെപ്ഷനിൽ നോക്കുന്ന ആളുകൾ പ്രോഗ്രാമിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഇത് അവിടെ കൊടുക്കുന്നു, റൈറ്റ് സൈഡിൽ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും, സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാമാണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി, അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി, നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ്, അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ.
അപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സും. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ 2 എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ 2 എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ 2 മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എൻ്റെ പരിചയം, ബിസിനസ്സിലുള്ള എൻ്റെ പരിചയവും നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ, നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷൻ ആൻഡ് സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.